ഇപ്പൊ നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന 2 തവണയായിട്ട്, ഇപ്പൊ 10ാമത്തെ വർഷമാണ്, 2 തവണയായിട്ട് പിന്നെ LDF ആണ് ഭരിക്കുന്നത്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ് ഭരിക്കുന്നത്. സ്വാഭാവികമായിട്ട് എന്തുണ്ടാകും? ആന്റി ഇൻകംബൻസി ഉണ്ടാകും, ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കും. കാരണം 2ാം ടേമാണ് വന്നിരിക്കുന്നത്, അല്ലേ? ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, മന്ത്രിസഭയിലെ ആളുകളെ സംബന്ധിച്ചുള്ള പരാതികളുണ്ട്, മറ്റു കാര്യങ്ങൾ, 100,000 പ്രശ്നങ്ങൾ വരും ഇതിനകത്തില്. ഇപ്പൊ ശബരിമല സ്വർണ്ണ കേസ് വരെ ഇതിനകത്തിലേക്ക് കയറി വന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അതിന്റെ ഒരു റിഫ്ലക്ഷൻ നമ്മൾ കാണുകയും ചെയ്തു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അത് കാണുകയും ചെയ്തു CPM-നെ സംബന്ധിച്ചിടത്തോളം. അതായത് നിയമസഭയിൽ ഏതാണ്ട് 100ഓളം സീറ്റിന്റെ ഭൂരിപക്ഷത്തില് നിൽക്കുന്ന മുന്നണിയാണെന്ന് ആലോചിക്കണം. അവർക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കാര്യമായ രീതിയിൽ സ്വാധീനിക്കാൻ പറ്റിയില്ല. നിയമസഭ എണ്ണത്തിന്റെ കണക്ക് പറയുകയാണെങ്കിൽ ഏതാണ്ട് 40ഓളം മണ്ഡലങ്ങളിൽ അവർക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതായിട്ടാണ് കണക്കുകൾ വന്നിരിക്കുന്നത്. കഷ്ടിച്ച് 58-60 സീറ്റുകളിൽ നിയമസഭകളിൽ മാത്രമേ അവർക്ക് ഭൂരിപക്ഷവുമുള്ളൂ. അപ്പൊ ആന്റി ഇൻകംബൻസി ആഞ്ഞടിക്കുന്നുണ്ട് സംസ്ഥാനത്ത് എന്നുള്ളതിന്റെ ഒരു തെളിവാണ് അത് വരുന്നത്. അതുപോലെ UDF-നെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു പറയാൻ പറ്റും. കാരണം അവരും കേരളം ഭരിച്ചിട്ടുള്ള മുന്നണിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നെഗറ്റീവ്സ്. അപ്പൊ ഇപ്പൊ പിണറായി ഭരിച്ച കാലത്തല്ല, പണ്ട് നിങ്ങളുടെ ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന കാലത്താണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്ന് പറഞ്ഞ് അങ്ങനെയാണല്ലോ രാഷ്ട്രീയ ആരോപണങ്ങൾ വരുന്നത്. ഒരു മുഖ്യമന്ത്രിയെ കുറിച്ച്, CPM മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുമ്പോൾ അവര് തിരിച്ച് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തിരിച്ചു പറയുക. ഇതാണ് ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരുന്ന ഒരു എക്സർസൈസ് എന്ന് പറയുന്നത്. അത് വേണ്ട എന്നൊരു തീരുമാനമാണ് ഇപ്പൊ BJP എടുത്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. BJPയുടെ ഒരു ലൈൻ കണ്ടിട്ട് അത്തരത്തിലാണ്. കാരണം ഈ പിന്നെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് നടന്നൊരു പരിപാടി ശ്രദ്ധിച്ചില്ലേ? അവിടെ ഒരു ജനസംഗമവും മെഗാ അദാലത്തുമാണ് നടത്തിയിരിക്കുന്നത്. ജനസംഗമവും മെഗാ അദാലത്തും. സാധാരണ നമ്മൾ അങ്ങനെ കേട്ട് കഴിവില്ലാത്ത ഈ മെഗാ അദാലത്തുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും നഗര കേന്ദ്രീകൃതമായിട്ട്, അല്ലേ? ഒന്നെങ്കിൽ പ്രധാനപ്പെട്ട നഗരങ്ങളില്, അല്ലെങ്കിൽ പിന്നെ അത്തരം കാര്യങ്ങളില്, സ്ഥലങ്ങളിലൊക്കെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കാറുള്ളായിരുന്നു. ഇതിപ്പോ തിരുവനന്തപുരത്തോ എറണാകുളത്തോ കോഴിക്കോട്ടോ അല്ല നടന്നിരിക്കുന്നത്. കണ്ണൂർ ധർമ്മടം മണ്ഡലം കേന്ദ്രീകരിച്ചിട്ടാണ് ഇത് നടന്നിരിക്കുന്നത്. അവിടെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടപ്പിലായില്ല. അദ്ദേഹമാണല്ലോ പറയുന്നത്. LDF-നെ നയിക്കുന്ന, മൂന്നാമതും നയിക്കാൻ പിന്നെ പാർട്ടി ഏതാണ്ട് തീരുമാനം തന്നെ വന്നിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ എന്തെല്ലാം പോരായ്മകളുണ്ട്, അതാണ് ആദ്യം പുറത്തേക്കിടാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.